ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് കഴിക്കാൻ ചിലവർക്ക് ഇഷ്ടമായിരിക്കും, എന്നാൽ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഒരു ടിപ്പ് പ്രയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഇനി നമുക്കിത് റെസിപ്പി തയ്യാറാക്കി എടുത്താൽ മതി. ഇത് ചിക്കൻ പാർട്സ് വൃത്തിയാക്കാൻ ക്ലീൻ ചെയ്യാൻ പാടാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് ചിക്കൻ പാർട്സ് മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഒരു കവറിൽ കെട്ടിയോ അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം എടുത്തിട്ട് അത് കട്ട് ചെയ്ത് അതിനകത്തുള്ളതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ചിക്കൻ്റെ കൂട്ടല്ല, ഇത് അത്യാവശ്യം കുറച്ച് വേവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ ആദ്യം വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 3 വിസിൽ വരുന്നതിനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഞാൻ കുക്കർ അടച്ചു കൊടുത്തിട്ട് സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. അത് അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് തന്നെ ഒരു 3-4 കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി തൊലി കളയാതെ എടുത്തിട്ട് നല്ലതുപോലെ കഴുകി എടുത്തതാണ്. ഇനി 2 കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഒരു നുള്ള് പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ചേർക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിലൊന്നും ചതച്ചെടുക്കണ്ട, ഇതുപോലെ ചതഞ്ഞ് കിട്ടിയാലും മതി. ഇടികല്ലിൽ വെച്ചിട്ട് ചതയ്ക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ എളുപ്പപ്പണിക്കാണ് ജാറിനകത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ ചതഞ്ഞ് കിട്ടേണ്ടത്. ഇനി നമുക്ക് റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇവിടെ ചിക്കൻ പാർട്സ് നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്നത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി മറ്റൊരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇതിനകത്തോട്ട് ഒരു 3 കുഞ്ഞ് സവാള നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി വരണം. നല്ലതുപോലെ തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടണം. ഇതുപോലെയാണ് വഴറ്റി കൊടുക്കേണ്ടത്. പച്ചമുളക് വേണമെങ്കിൽ ഇതിനകത്ത് 1-2 പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് കൂട്ടുന്നവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. എണ്ണ കുറവാണെന്ന് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇവിടെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരണം. അതുപോലെ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടണം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 സ്പൂൺ ചിക്കൻ മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ എരിവ് കുറച്ച് മതി. അത്യാവശ്യം എരിവ് നല്ലതുപോലെ കൂട്ടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത്. ഇനി നേരത്തെ നമുക്ക് വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ പാർട്സിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ ഒരു വെള്ളം, ആ വെള്ളം തന്നെയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് പ്രത്യേകം വെള്ളമല്ല ചേർത്ത് കൊടുക്കേണ്ടത്. ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിനകത്ത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ആ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ഇനി അതിനകത്തോട്ട് ആ ചിക്കൻ പാർട്സ് വേവിച്ച് വെച്ചിരുന്നതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെന്ന് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഇതൊരു 10-20 മിനിറ്റ് സമയത്തേക്ക് സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ പിടിച്ചിട്ട് നല്ലതുപോലെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി തിക്കായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും.
ഇനി ഒരു 10-20 മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഈ ചാറ് നല്ലതുപോലെ പറ്റിച്ച് കുറുകിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല അത്യാവശ്യം നമുക്ക് മെലിഞ്ഞിരിക്കുന്നവർക്കൊക്കെ കുറച്ച് വണ്ണം വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പെട്ടെന്ന് വണ്ണം വെക്കാനും എല്ലാം വളരെയധികം നല്ലതാണ്. ഇതിനകത്ത് വളരെയധികം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നും കഴിക്കരുത്. എന്നും കഴിക്കുന്നതും അത്ര നല്ലതല്ല. വല്ലപ്പോഴും കൂടെ ഒന്ന് തയ്യാറാക്കി കഴിക്കുന്നത് വളരെയധികം ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കഴിക്കുന്നത് ടേസ്റ്റ് നമുക്ക് കപ്പയുടെ കൂടെയൊക്കെയാണ് കഴിക്കുന്നത് വളരെയധികം ടേസ്റ്റ്. അതുപോലെ തന്നെ ചപ്പാത്തിക്കും ചോറിനും എല്ലാം അടിപൊളിയാണ് ഇത് കഴിക്കുന്നത്. വല്ലപ്പോഴും കൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അത്രയേ ഉള്ളൂ. ടാറ്റാ.